കേരളത്തിൻ്റെ അഭിമാനകരമായ മേഖലകളാണ് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും. എടുത്തു പറയത്തക്ക ഒരുപാട് നേട്ടങ്ങൾ. അവയടക്കം മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സമീപനം. അതോടൊപ്പം നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്ഷേമ പദ്ധതികളോട് തന്നെ വിപ്രതിപത്തിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ. എന്താണ് നിങ്ങളിങ്ങനെ ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ കൊടുക്കുന്നത് എന്ന് കേരളത്തോട് പലവട്ടം ചോദിച്ചവരാണ് കേന്ദ്ര ഭരണാധികാരികൾ. നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ക്ഷേമാനുകൂല്യങ്ങൾ അവർക്ക് അവകാശപ്പെട്ട, നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെന്ന നിലക്ക് അത് കൃത്യമായി തുടരുകയും ആകാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാം സ്വീകരിച്ച സമീപനം. അത്തരമൊരു വർധനവ് നമ്മൾ വരുത്തിയപ്പോൾ പുതിയ ചില ജനവിഭാഗങ്ങൾക്ക് ഇവിടെ ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചപ്പോൾ അങ്ങനെയാണോ, എന്നാൽ നിങ്ങളെങ്ങനെ ഇതൊക്കെ കൊടുക്കും, അതൊന്ന് കാണട്ടെ എന്ന മനോഭാവത്തോടെ ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കം കേരളത്തിന് ഉണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗത്തെയും, കർഷകരെ, തൊഴിലാളികളെ, ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുക, അങ്ങനെ വരിഞ്ഞു മുറുക്കി കേരളത്തെ ശിക്ഷിക്കുക, ഇത്തരമൊരു പാതകമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് തെറ്റ് ഈ നാട് ചെയ്തു? എന്തിൻ്റെ മേലെയാണ് നാം ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്? പ്രധാനമന്ത്രിയുടെ പേരിൽ ആഘോഷപൂർവം പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഫണ്ട് പോലും നമുക്ക് കേരളത്തിന് തടയപ്പെടുന്ന അനുഭവമാണുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഗൗരവമായൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കേന്ദ്ര സർക്കാരിൽ അമിതമായ അധികാര കേന്ദ്രീകരണം വന്നിരിക്കുന്നു എന്നതാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് പലതരത്തിലുള്ള കേന്ദ്രീകൃത അധികാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അത്തരത്തിലുള്ള കേന്ദ്രീകരണ പ്രവണതകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത് രാജ്യം നേരിടുന്ന, സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിയമനിർമ്മാണ സഭകൾ, ആ നിയമനിർമ്മാണ സഭകൾ ബില്ലുകൾ പാസാക്കി നാടിനാവശ്യമായ
നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് അധികാരപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ അനുഭവം, രാജ്യത്തിൻ്റെ അനുഭവം, ഒരു കൂട്ടം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ വേറൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സംസ്ഥാന വിഷയങ്ങളിൽ കയറി നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണ്. ഇപ്പോൾ ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഒരു ശങ്കയുമില്ലാതെ തുറന്നു പോവുകയാണ്. ഇതിനെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരമോന്നത നീതിപീഠത്തെ അടക്കം സമീപിച്ചിട്ടുണ്ട് എന്നതും നാം കാണേണ്ടതാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളെ രണ്ട് തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത്. ഒന്ന്, തങ്ങൾക്കിഷ്ടമുള്ള സർക്കാർ. മറ്റൊന്ന്, ഇഷ്ടമില്ലാത്ത സർക്കാർ. ഈ ഇഷ്ടമുള്ള സർക്കാരാണെങ്കിൽ വിവേചനാധികാരം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാൻറ്റുകൾ വാരിക്കോരിയാണ് നൽകുന്നത്. നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഗ്രാൻറ്റ് കൂടുതൽ നൽകുന്നതിന് എതിരായി പറയുകയല്ല. പക്ഷേ ഏതിനും നീതീകരണം വേണം, ഏതിനും മാനദണ്ഡങ്ങൾ വേണം. തോന്നിയ പോലെ നിർവഹിക്കാൻ പാടില്ല. മാനദണ്ഡാനുസൃതമായാണ് ഏത് നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലൊരു സംവിധാനം നിർവഹിക്കേണ്ടത്. ഇവിടെ തങ്ങൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള രാഷ്ട്രീയ കക്ഷികൾ നയിക്കുന്ന സർക്കാരുകളാണ് സംസ്ഥാനങ്ങളിലുള്ളതെങ്കിൽ ആ സർക്കാരുകൾക്കുമേൽ കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്.